മുഴുവനും പടച്ചവനെ ചന്ദ്രനിൽ ചൊവ്വയിൽ പോയി താമസിക്കാൻ, അവിടെ പോയി വീട് പണിയാൻ പടച്ചവനെ അഹങ്കാരത്തോടെ പറഞ്ഞല്ലോ. അമേരിക്കയ്ക്കല്ലേ പറഞ്ഞത്, ഞങ്ങളുടെ വീടിന്റെ നിന്റെ വീടിന്റെ അകത്തിരുന്ന് നീ ചെയ്യുന്ന കാര്യം പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലിരുന്ന് കാണാൻ കഴിയുമെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ് നടന്നവരെവിടെ? അല്ലാഹു കാണാൻ കഴിയാത്ത ഒരൊറ്റ വൈറസ് കൊടുത്തപ്പോ ആരും തോറ്റുപോയല്ലോ. പോലുമില്ലല്ലോ. ഞങ്ങളാണ് വലുതെന്ന് പറഞ്ഞവർ മുഴുവനും, ഞങ്ങളുടെ കയ്യിലാണ് സർവ്വതമെന്ന് പറഞ്ഞവർ നിലവിളിച്ച കാഴ്ച കണ്ടില്ലോ. അവസാനം ജനങ്ങൾ വീണും മരിച്ചു പോകുന്നത് കണ്ടപ്പോ മരിച്ചു നടന്നവരല്ലേ പറഞ്ഞത്, എല്ലാം ഇനി ദൈവത്തിന്റെ കയ്യിലാണ്, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, ഞങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്, ഞങ്ങൾക്ക് ഒരു യജമാനനുണ്ട് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പടച്ചിറപ്പ് നമ്മളെ കൊണ്ടെത്തിച്ചത് നമ്മുടെ അഹങ്കാരം കൂടിയത് കണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, സഹാബാ കടുക് മണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? അല്ലാഹുവേ, പടച്ചിറപ്പിന്റെ പരലോകത്തില് അല്ലാഹു നിന്നെനാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരം തരല്ലേ അല്ലാ. ഒരു കടുക് മണിയുടെ അളവ് പോലും അഹങ്കാരം നിങ്ങൾക്ക് തരല്ലേ അല്ലാ. ാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരികൾ നാളെ സ്വർഗത്തിൽ കടക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ല നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ അഹങ്കാരമുണ്ടോ ഇല്ലേ അറിയാനുള്ള അടയാളം എന്താ? ഒരാൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലേ, കൈപൊക്കിയവരൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരമുണ്ടോ എന്നറിയാൻ ഒരടയാളം ഞാൻ പറഞ്ഞു തരാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരടയാളം പറഞ്ഞു തരുന്നുണ്ട്. അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു അടയാളം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും വെള്ളം കൊടുക്കുമ്പോ എന്ന് പറയാൻ വന്നവനൊന്നുമില്ല, കേൾക്കാൻ വന്നവർക്ക് മിനറൽ വാട്ടർ ഒക്കെയാ കൊടുക്കണത്, കുടിക്ക്. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. കൊടു എന്താ ചങ്ങായി മാത്രം ഒറ്റയ്ക്കുള്ളോടാ, ആരെങ്കിലൊക്കെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കണം. അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറയുന്ന ഈ അടയാളമുണ്ടോ എന്ന് നോക്കിക്കൂടെ? പൈസ ചെലവില്ലാത്തൊരു കാര്യല്ലേ, നോക്കിക്കൂടെ? പറ, നോക്കിക്കൂടെ? അൽഹംദുലില്ലാ. എന്താ അടയാളം? നമ്മൾ മദീനത്ത് പോകുമ്പോ കാണാം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയുടെ മുന്നിൽ ചെല്ലുമ്പോൾ കാണാം തിരുനബിയുടെ രണ്ട് ഭാഗത്തും രണ്ടുപേര് കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. വലതും ഇടതും രണ്ടുപേര് കിടക്കുന്നുണ്ടല്ലോ. കിടക്കുന്ന ഒരാളാണ് ഉമർ ബിനുൽ ഖത്താബ്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. അസ്സലാത്തു ഖൈറും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. പഠിച്ചവനെ സ്വഹാബികൾ മുഴുവനും പള്ളിക്കകത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. അവിടുന്ന് നമസ്കരിക്കാൻ ഇഖാമത്ത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കുന്നതിന് വേണ്ടി പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി നിന്നു. സ്വഹാബികൾ മുഴുവനും പുറകിൽ വന്ന് നിന്ന് കിടന്നു. ഉമർ തങ്ങളെ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാ. അവിടുന്ന് കൈകെട്ടുകയാ. അവിടുന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടുകയാണ്. അവിടുന്ന് വജ്ജകത്ത് പോടുകയാണ്. അവിടുന്ന് ഫാത്തിഹ ഓതി പഠിച്ചവനെ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയുണ്ടല്ലോ.
അള്ളാന്റെ ഖുർആനിലെ സൂറത്തു ത്വാഹയാണ് ഓതുന്നത്. നിങ്ങൾ നമസ്കരിക്കാൻ തുടങ്ങി, സൂറത്തു ത്വാഹ ഓതാൻ തുടങ്ങി. പടച്ചവനെ സ്വഹാബികൾ മുഴുവനും നമസ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ എന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു കടാരയുമായി പള്ളിക്കകത്തേക്ക് കടന്നു വരികയാ. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതാ പള്ളിയുടെ മിഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടിവയറ്റിലേക്ക് കൊണ്ടുപോയ വിസങ്കടത്തിയ കടാരയെന്ന് കുത്തിയിറക്കുകയാണ്. ഉമർ വയറ്റിലേക്ക് കുത്തിയിറക്കി. പടച്ചവനെ പൈപ്പ് പൊട്ടിയിട്ട് ഒഴുകുന്നത് പോലെ ഉമർ തങ്ങളുടെ വയറ്റിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. പടച്ചറപ്പ് ഇവൻ ഇറങ്ങി ഓടുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികള് ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാളെ പിടിക്കാൻ പോയില്ല. നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളെ കുത്തിമലർത്തിക്കെട്ടാണ് ഇവനെ ഇറങ്ങി ഓടുന്നത്. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. പടച്ചവനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇമാമത്ത് നിൽക്കാതെ കഴിയാതെ വന്നപ്പോ അവിടുന്ന് വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവനെ അവിടുന്ന് എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല എന്ന് അവിടുന്ന് സൂചന കൊടുക്കുമ്പോ തന്റെ പുറകിൽ നമസ്കരിക്കുന്ന സഹാബികളുടെ ഇടയിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുന്നേക്ക് കയറുകയാണ്. അവിടുന്ന് മുന്നോട്ട് കയറുകയാണ്. ഉമർ തങ്ങളിൽ നിന്ന് മുസല്ലയിൽ പോയി നിൽക്കുകയാണ്. പടച്ചവരെ നമസ്കാരം തുടരുകയാ. കാലിന്റെ ചുവട്ടില്, എന്റെ കാലിന്റെ ചുവട്ടില് നിൽക്കുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ കാൽ ചുവട്ടിൽ കിടന്ന് മരണത്തിന്റെ വെപ്രാളത്തിൽ പിടയുമ്പോ ഒരാൾ പോലും കെട്ടിയ കൈയഴിച്ചില്ല, ഒരാൾ പോലും കെട്ടിയ കൈയഴിച്ചില്ല, ഒരാളും ജീവനും കൊണ്ടോടിയില്ല, കെട്ടിയവനെ പിടിക്കാൻ പോയില്ല. കാരണം എന്തെന്നറിയുമോ? അവന് നിൽക്കുന്നത് ആരുടെ മുന്നിലാ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൈകെട്ടികെട്ട് പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയുമോ? ഞാനും നിങ്ങളും നമസ്കരിക്കുമല്ലോ. ആ കൈകെട്ടികെട്ട് പടച്ചവനോട് പറയുമല്ലോ, പ്രതിജ്ഞയാണ്. ഞാനും നിങ്ങളും ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അതൊരു പ്രതിജ്ഞയാണ്. അല്ലാഹ് സർവ്വതിനെക്കാളും വലുത് നീയാണ്. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും സർവ്വതും നിനക്കാണ് പടച്ചവര് എന്ന് പറഞ്ഞിട്ടാണ് പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരാരും തിരിഞ്ഞു നോക്കാത്തത്, അതുകൊണ്ടാണ് ഒരാളും ഓടാനത്. പടച്ചവരെ അവിടെ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. അവിടെ നിന്ന് നമസ്കാരം പൂർത്തിയായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൈകകത്ത് പിടിച്ചു കൊടുക്കുന്ന വെള്ളം പോലെ പടച്ചവരെ പുറത്തേക്ക് പോകുകയാണ്. അവിടെ നിന്ന് മനസ്സിലായി മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, അവസ്ഥയിൽ കിടക്കുകയാണ്. എല്ലാവരും വരുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അല്ല, എന്നിട്ട് അവിടെ കിടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ
എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ ആരായിരുന്നെന്ന് ഓർമ്മയില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി പോയിരുന്ന മനുഷ്യനല്ലേ ഉമർ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയവനായിരുന്നല്ലോ. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ടല്ലേ നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിച്ച സഹാബിയായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാകാൻ കഴിഞ്ഞല്ലോ. നിങ്ങളെക്കാളും ഭാഗ്യവാനാരാ? നിങ്ങളെക്കാളും ഭാഗ്യവാനാരാ? ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നിങ്ങളെക്കാളും ഭാഗ്യവാനാരാ? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? കാരണം മദീനത്ത് യുദ്ധം ഹറാമാണല്ലോ. മക്കയിലും മദീനയിലും യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ. എന്നിട്ട് പോലും ഇവിടെ കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ ഉമറേ? തങ്ങളുടെ മുഖമങ്ങ് പ്രകാശിക്കുകയാ. ഇത് കേട്ടപ്പോ അല്ലാഹു എനിക്ക് നൽകിയ ഭാഗ്യം കേട്ടപ്പോ ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു നടന്നു പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, പൊന്നുമോനെ. ആ തിരിച്ചു നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, മോനെ ഒന്ന് നിൽക്കടാ പൊന്നുമോനെ. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അഹങ്കാരം. നേരെ നിന്ന് എന്നിട്ട് നിങ്ങളുടെ നെരിയാണിക്ക് താഴേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ എല്ലാവരുടെയും നെരിയാണിക്ക് താഴെ നോക്കുക, അഹങ്കാരം ഉണ്ടോ ഇല്ലയോ? നോക്കിയോ? നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കൽ അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, അഹങ്കാരം ഉണ്ടോ ഇല്ലേ? ആദ്യം മുണ്ട് പൊക്കി കൊടുത്തല്ലാണോ? ആദ്യം മുണ്ട് പൊക്കി കൊടുത്ത് നെരിയാണിക്ക് താഴെ കിടക്കണ വസ്ത്രം എല്ലാവരും ഒന്ന് പൊക്കി കൊടുത്തിക്ക്. കാരണം വാഴെന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ ചെയ്യാനുള്ളതല്ല. മുണ്ട് പൊക്കി കൊടുത്ത് ഒന്നേന്ന് തുടങ്ങി എല്ലാവരും അവരുടെ വസ്ത്രങ്ങൾ, പാൻ്റൊക്കെ ചെറുപ്പക്കാരൻ റോഡ് തൂത്തോണ്ട് നടക്കുക. ഇങ്ങനെ ചില കാക്കാമാര് നടക്കുന്ന കണ്ട മിറ്റം തൂക്കുന്നതിന് പകരം വെളിയിലൊന്ന് ഇറക്കി വിട്ടാൽ മതി. ചില കാക്കാമാരെടുത്തൊരു മുണ്ടും കൊടുത്തിട്ട് വിട്ട് പെണ്ണുങ്ങളൊക്കെ എന്തിനാ തൂക്കണേ? ചില ആൾക്കാരുടെ മുണ്ടിന്റെ അടിഭാഗം പഠിച്ചവനെ എന്തഴുക്കാന്നറിയോ? കാരണം ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുക. പള്ളിക്കകത്തൊക്കെ ഇനി നോക്കണ്ട, 4 പേരെ നടത്തിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസിഡന്റിനെ സെക്രട്ടറിയൊക്കെ നടത്തിച്ചാൽ മതി. കാരണം തൂത്തുകൊണ്ട് നടക്കാം, അതിന് വേറെ പണിയൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കൽ അഹങ്കാരമുള്ളതിന്റെ അടയാളമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ മനസ്സിലായല്ലോ? ഇനി മുതലെങ്കിലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം, അത് അഹങ്കാരമുള്ളതിന്റെ അടയാളം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നാണം കെട്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തജിബു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ് ബിൽ വജ്ഹൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ
പ്രവാചകന്റെ കോടതിയിലെ രണ്ടാമത്തെ നശിച്ചവനാരാ? സഹാബാ ദുൽ വജ്ഹൈൻ. രണ്ട് മുഖമുള്ളവരാണ്, രണ്ട് മുഖമുള്ളവരാണ്, രണ്ട് മുഖമുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതാ അമ്മാർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു വജ്ഹാനി ഫി ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനൻ നാർ. രണ്ട് നാക്കുണ്ടല്ലോ, തീയാലുള്ള നാവുകളുമായിട്ട്, തീയാലുള്ള നാവുകളുമായിട്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനെ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആരാണ് നബിയോ? തീയാലുള്ള രണ്ട് നാവുമായി മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും ബന്ധുരുകിപ്പോയ രീതിയില് എല്ലുകൾ മാത്രമായി പരലോകത്ത് കടന്നു വരുന്ന നശിച്ചവരാരാ? ആ നാണം കെട്ടവനാരാ? ദുൽ വജ്ഹൈൻ. രണ്ട് മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മുഖമുള്ളവർ. രണ്ട് മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ, രണ്ട് മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ ആരാ? രണ്ട് തലയുള്ളവരുള്ളെന്നല്ലവരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണുമ്പോ ഒരു പുഞ്ചിരി. അൽഹംദുലില്ലാ ഉസ്താദ് സുഖമാണോ? ഭാര്യ മക്കളൊക്കെ ഇരിക്കുന്നു, റാഹത്തല്ലേ ഉസ്താദ്? എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ എല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കും. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് മാറുമ്പോ പണ്ടാരടങ്ങവൻ, അവൻ ആരാ? ഇപ്പുറത്ത് വരുമ്പോ പടച്ചവനെ എന്തൊക്കെ പറയുന്നറിയോ? എന്ത് നല്ല മനുഷ്യൻ, പള്ളിക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാരി കോരി കൊടുക്കും. അൽഹംദുലില്ലാ നല്ലൊരു മനുഷ്യനൊക്കെ പറയും. അങ്ങോട്ട് തിരിഞ്ഞ നക്കി, ഇവനെക്കാരും വൃത്തികെട്ട ഒരുത്തോണ്ടോണ്ടാ അറബി എത്തീങ്കാനയിലാക്കിയിട്ട് കുറച്ച് പൈസയും കൊണ്ടുവന്നിട്ട് പള്ളിക്കെടുക്ക. അങ്ങോട്ട് മാറുമ്പോ കഴിഞ്ഞു. എടാ, രണ്ട് മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൂടും പടച്ചവനെല്ലാം പറയും അൽഹംദുലില്ലാ. അങ്ങോട്ട് തിരിയുമ്പോ നേരെ ഓപ്പോസിറ്റ് പറയും. കുടുംബം കലക്കികളുണ്ടല്ലോ, അവിടെ ഇവിടെ നിന്നിട്ട് പടക്കത്തിന് നീ കൊടുക്കണ സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലർക്കതൊരു വല്ലാത്ത സുഖം തന്നെയാണ്, ചിലർക്കത് വല്ലാത്ത സുഖമാ. ഇവിടെയും കൂടും അവിടെയും കൂടും. ഭാര്യയും ഭർത്താവിനെ വരെ രണ്ട് തട്ടാക്കി, ഭാര്യയും ഭർത്താവിനെയും രണ്ട് തട്ട്, ചങ്കുകളും കരളുകളുമായിരുന്ന കൂട്ടുകാരെ രണ്ട് തട്ട്, സ്വന്തം ജ്യേഷ്ഠനെ അനുജനെയും മരിച്ചാ പോലും നീ കയറില്ല കേട്ടണ, ഇങ്ങനെ ആക്കിയതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് മുഖമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇറച്ചി തിന്നുന്ന ഒരു വിഭാഗം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറ അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സ്വഭാവമുള്ളവന് മലയാളത്തിൽ വേറൊരു വാക്ക പറയാം, ഞാനത് പറയണില്ല, വയതിന്റെ സദസ്സായതുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ചിലതുണ്ട്. ചില വാപ്പമാരെ കണ്ടാ നടക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ ചുമച്ച് പടച്ചവനെ വരുന്ന കണ്ട സങ്കടം തോന്നും. ഒന്നോ പള്ളി വരും നിസ്കരിക്കാൻ, എന്നിട്ട് വന്ന് പള്ളിയുടെ മൂലയിൽ വന്നൊരു കസേര എടുത്തുകൊണ്ട് സൈഡിൽ പോയി നിൽക്കും, നിസ്കരിക്കും. നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ പള്ളിയുടെ കവാടത്തിൽ കൊണ്ടുവന്ന കസേര ഇട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് പറയും, ഓ അങ്ങനെ ആ നിസ്കരിച്ച പ്രതിഫലം അപ്പൊ തന്നെ കൊടുക്കും. ആ നിസ്കരിച്ച പ്രതിഫലം പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ആർക്കെങ്കിലും കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ശവം തിന്നി ഉറുമ്പുകളായി ജീവിക്കുന്ന ചിലരുണ്ട്. ഇറച്ചി തിന്നണം, എത്ര തിന്നാലും അറിയൂല. നാട്ടുകാരുടെ കുറച്ച് തിന്നണം, പള്ളിയിലെ ഉസ്താദന്മാരുടെ കുറച്ച് തിന്നണം, ആരുടെയെങ്കിലും ഇറച്ചികൾ, നാട്ടിലെ സാലിഹത്തായ പടച്ചറബിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ കുറച്ച് ഇറച്ചി തിന്നണം. ഇങ്ങനെ തിന്നി ജീവിക്കുന്ന ചിലർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ചിലരില്ലേ? ഇല്ലേ? ഇപ്പൊ ചില ആൾക്കാരില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? അവിടെ നമ്മളാ കൂട്ടത്തിൽ പെട്ടവരാണല്ലോ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിർത്തി കത്തിക്കണ പോലെ ജീവനോടെ കത്തിക്കുന്ന രീതിയിലാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഈ കല്യാണ മുടക്കുകളൊക്കെ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ നാട്ടിൽ ചില കല്യാണ മുടക്കുകൾ അറിയത്തില്ല. ഇവിടെ ഉണ്ടോ ചങ്ങായിമാര്? പടച്ചവനെ, നമ്മുടെ നാട്ടില് ഒരു ചങ്ങാതി പോയി ഒരു പെണ്ണുണ്ട്. പെണ്ണൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു, നാട്ടിൽ വന്നു. അപ്പൊ ഈ പെണ്ണിന്റെ ഉമ്മാടെ സഹോദരങ്ങൾ, മാമാന്ന് പറയും, ഇവിടെ എന്ത് പറയുന്ന അറിയില്ല, അവരാണെങ്കിൽ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നാട്ടിൽ വന്നു. ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് അൽഹംദുലില്ലാ ആദ്യം കണ്ട ഒരു കടയിൽ കയറി. അവിടെ ഒരു ഉപ്പ ഉണ്ട്. ആ ഉപ്പാടെ ഇറച്ചി ഞാൻ തിന്നല്ല, ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ. ഒരു ഉപ്പാനെ കണ്ടു. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ചായക്കടയൊക്കെ കാണും, ഒരു മുറുക്കാൻ കടയൊക്കെ. അദ്ദേഹത്തിന്റെ അടുക്ക പോയി നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചു കുടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ചങ്ങായി അറിയാ പേര് പറയണ്ടപ്പ, ചങ്ങായിയുടെ സ്വഭാവം
ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. അവസാനം കള്ളും കുടിച്ച് കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെയും വിളിച്ചോണ്ട് വന്നിട്ട് എന്നെയും തല്ലി ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം. എന്തിനാ? എനിക്കറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി അന്വേഷിക്കാൻ. ഇതൊക്കെ പറഞ്ഞു. ഓൻ കള്ളു കുടിക്കുന്നവന്, അവന്റെ കൂട്ടുകാരി കഞ്ചാവടിക്കുന്നവന്, വീട് കയറി അടിക്കുന്നവനാ. 3 എണ്ണം പറഞ്ഞു. എന്നിട്ട് ഈ പിതാവ് പറയാ, എനിക്കൊന്നും അറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. വന്ന വണ്ടി തന്നെ അവര് തിരിച്ചുപോയി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില ഉപ്പാപ്പമാര് പറയും, സിറാജോ വേണ്ടട്ടാ, അത്രേ പറയത്തുള്ളൂ. വന്നിട്ട് എനിക്ക് നമുക്കുള്ളൊരു അനുഭവം, ഒരാളെടുത്ത് വന്ന് ചോദിച്ചതല്ലേ, എന്താ ആ ചങ്ങായി സിറാജ് എങ്ങനുണ്ട്? ഓനോ വേണ്ട. അതിനകത്തൊരു അർത്ഥമുണ്ട്, കള്ളുപിടി ഉണ്ടെന്നോ പെണ്ണ് ഒന്നും പറഞ്ഞില്ല. ഇങ്ങാർക്ക് ചുമ്മാ ഇരുന്നപ്പോ തോന്നി. അവനോ വേണ്ട. അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദയവ് ചെയ്തിട്ട് മക്കളെ കെട്ടിക്കുന്നു. നേരത്തെയൊക്കെ കാലത്തിലാണെങ്കിൽ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോ പള്ളി വന്നിട്ട് ഹത്തീബിനോട് ചോദിക്കും, കമ്മിറ്റിക്കാരോട് ചോദിക്കും, അപ്പൊക്കെ നല്ലത് പറയും. ഇപ്പൊ നേരെ വന്നിട്ട് പള്ളിയുടെ മുന്നിൽ ഇരിക്കണ ശവന്തിന്നിയോടാ ചോദിക്കണേ. അദ്ദേഹത്തിനാണെങ്കിൽ ഒന്ന് മുടക്കുമ്പോ ഒരു സന്തോഷം. ഒരു കല്യാണം മുടക്കുമ്പോ വല്ലാത്തൊരു ഹാപ്പി, ഒരു ആനന്ദം. അതിന്റെ അങ്ങാരുടെ മുകളിലെ കല്യാണം മുടക്കണം, അപ്പോഴേ അതിന്റെ വേദന അറിയത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ളതിനൊക്കെ അവസാനം അങ്ങനെ തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ 2 മുഖമുള്ള സ്വഭാവം അത് എല്ലാരിലും ഉണ്ട്. നാട്ടിൽ നിസ്കരിക്കാൻ വരുന്ന ഉപ്പായ്ക്ക് മാത്രമല്ല, പള്ളിയിലെ ഉസ്താദിനുണ്ട്, താടിയുള്ളവനുണ്ട്, ഹജ്ജ് ചെയ്തവനുണ്ട്, ഉംറ ചെയ്തവനുണ്ട്, പ്രസംഗിക്കുന്നവനുണ്ട്, ഖുർആൻ പഠിച്ചവരുണ്ട്. എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. ഏകദേശം എല്ലാവരും അസൂയ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. വ്യക്തമായി ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ നിന്റെ അടുക്കൽ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വാട്സാപ്പിൽ വരുന്നത് മുഴുവനും സത്യമാകണം. വാട്സാപ്പിൽ വരുന്നു പഠിച്ചവന്. അതാ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും കാള പറ്റൂ 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു. കാള പറ്റൂ എന്ന് കേട്ടാൽ മതി. ഒരു വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാലോചിക്കണമല്ല, കാള പ്രസവിക്കത്തില്ലല്ലോ. അപ്പത്തേക്ക് 5 ഗ്രൂപ്പിൽ പോയി. ഇതാ ഇന്നത്തെ കാലം എങ്ങനെ. എന്നാൽ എന്റെ പൊന്നാര ചങ്ങാതിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യ വേറൊരു മനുഷ്യനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടു. വ്യക്തമായി കേട്ട ഭർത്താക്കന്മാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറയാ, നബിയെ, എന്റെ ഭാര്യ ഒരു അന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടത് ഞാൻ കണ്ടു. പോയി 2 സാക്ഷിയെ കൊണ്ടുവരാനാ പറഞ്ഞത്. എങ്ങനെ 2 സാക്ഷിയെ കൊണ്ടുവാ, ഇല്ലെങ്കിൽ നിനക്ക് ഹദ്ദടി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാ റൂമിൽ തന്നെ ഭർത്താവ് ക്യാമറ വെച്ചിരിക്കുന്നത്. ചില ഭർത്താക്കന്മാര് ഭാര്യ അന്യപുരുഷനെ ഫോൺ വിളിക്കുന്നത് മൊബൈലിൽ പിടിക്കുക. പലരും ക്യാമറ. കാരണം എന്ത്? സാക്ഷി വേണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞപ്പോഴും പ്രവാചകൻ പറഞ്ഞത് സാക്ഷി വേണം. സാക്ഷിയില്ലാതെ നീ സംസാരിക്കരുത്. കാരണം അത് സത്യമാകാം, എങ്കിലും സാക്ഷി വേണം. അത്രയും അതിൽ ക്ലാരിറ്റി വേണം. അല്ലാതെ ചുമ്മാതെ ആരെങ്കിലും എന്ന് പറയുമ്പോ ചാടിക്കേറി ചെയ്യലല്ല. അള്ളാഹുവിന്റെ മുന്നിൽ നീ എന്തു പറയും? ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് രാജ്യം ഭരിക്കുകയാ. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ പോയി ഇത്തിരി താമസിച്ചു. അങ്ങനാണല്ലോ ചിലരൊക്കെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു താമസിച്ചു. ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ തലയിൽ ഇങ്ങനെ തുണി ഇട്ടിട്ട് ഒരാൾ ഇങ്ങനെ പതുക്കെ നടന്നു പോവാ. രാത്രിയെ നമ്മൾ റോഡിൽ കൂടെ നടന്നാൽ തന്നെ തെങ്ങി കെട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വീട്ടിനകത്തൊന്നും കയറണ്ട. ഒരാളിങ്ങനെ തലയിൽ തുണിയിട്ടോണ്ട് രാത്രി ഇങ്ങനെ നടന്നു പോകുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി, പഠിച്ചവൻ ഈ നടത്ത അത്ര പന്തികേടാണല്ലോ, എന്താ ഒരു നല്ല നടത്തല്ല. അങ്ങനെ ഒളിച്ചൊളിച്ച് നടന്നു പോകുന്നു. ആരാ അല്ലാ ഇത്? ഉമർ രാജ്യം ഭരിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ ഒരുത്തനോ? അതാരാ ഒന്ന് അറിയണമല്ലോ. ഇങ്ങനെ പുറകെ പോയി ഓനിങ്ങനെ നടക്കാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കിയപ്പോ ഇയാൾ ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടന്നു പോകാം. അവസാനം ഇങ്ങനെ നടന്നു പോയിട്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്തൊരു വീടിരിക്കുന്നു. ആ വീടിന്റെ മുന്നിൽ പോയി.
ആളൊഴിഞ്ഞ ഒരു വീടിന്റെ മുന്നിൽ പോയി. എന്നിട്ട് അനുവാദം പോലും ചോദിക്കണില്ല. സത്യത്തിൽ ഒരാൾ വീടിനകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം, സലാം പറയണം, അനുവാദം ചോദിക്കണം. ഈ മനുഷ്യനാണെങ്കിൽ അനുവാദം പോലും ചോദിക്കാതെ വാതിൽ അങ്ങോട്ട് തുറക്കാം. വാതിൽ ഇങ്ങനെ തുറന്നപ്പോ അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി, ആരാ അല്ലാഹ് മുഖം കാണുന്നുണ്ടോന്ന്, ആരാ ഈ രാത്രി പതുങ്ങി കയറണത് എന്നിങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോ അവിടെ നിന്ന് മുഖം കണ്ടു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. രാജ്യം ഭരിക്കണ ഖലീഫയാ. രാത്രി തലയിൽ തുണിയിട്ടുണ്ട് ഒരു വീട്ടിൽ കയറി പോണേ. സുബ്ഹാനല്ലാഹ്, പള്ളിയിലെ ഖത്തീബാണെന്ന് ആലോചിക്കേ. അല്ലാഹു അഅലം. നമ്മളാണെങ്കിൽ അബൂതൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ ഇടിറ്റി വീഴുന്ന പോലെ അല്ലാഹ് ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ അല്ലാഹ്. അതാ ചിന്തിക്കണേ, ഈ ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ അല്ലാഹ്. അത്ഭുതം. ഈ സഹാബി ആരെയും വിളിച്ചു കൂട്ടിയില്ലട്ടാ. നമ്മളെ പോലെ വാളിയ ഒരുത്തനെ കിട്ടിയിട്ടുണ്ടല്ലേ, വാടാ വീടിയറ അതറ ഒന്നും വിളിച്ചില്ല. വീടിന്റെ പുറത്ത് ഇങ്ങനെ നിന്നു, ഇറങ്ങി വരുവോ നോക്കാൻ. കുറെ നേരം നിന്നിട്ട് ഇറങ്ങി വരണില്ല. ആ വീടിന്റെ മുന്നിൽ പോയി ഒരു അടയാളം വെച്ചു. ആ വീടിന്റെ മുന്നിൽ ഒരു അടയാളം വെച്ചു. പോയി വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവസാനം പടച്ചവൻ എപ്പോഴും ഉറങ്ങി. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയപ്പോ ഇന്നലെ രാത്രി പതുങ്ങി കേറിപ്പോയ ആളായി ഇമാമത്തിക്കണേ. ഉമർ ഞങ്ങളാ ഇമാമത്ത് നിൽക്കണേ. അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു പുറകിൽ നിന്ന് നിസ്കരിച്ചു. പക്ഷെ മനസ്സിലൊരു സമാധാനം ഇല്ല. നേരെ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നു. അടയാളം വെച്ച വീട്ടിൽ പോയി. അടയാളം വെച്ച വീട് കണ്ടുപിടിച്ചു. ഇന്നലെ രാത്രി അടയാളം വെച്ചിട്ട് പോയത് ആ വീടിന്റെ മുന്നിൽ പോയിട്ട് അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു അനുവാദം ചോദിച്ചു, സലാം പറഞ്ഞു. അവിടെ നിന്ന് അനുവാദം ചോദിച്ചപ്പോ വീടിന്റെ അകത്ത് നിന്നിട്ട് മറുപടി വന്നു. ഒരു പെണ്ണാ മറുപടി പറഞ്ഞേ. അപ്പൊ ഉറപ്പായി ആരാണ്? പെണ്ണാണ്. ഉമർ തങ്ങൾ കേറിയ വീടിന്റെ മുന്നിൽ പോയി അനുവാദം ചോദിച്ചു, കേറി വരട്ടെ, ഇതിനകത്ത് ആരാ ഉള്ളത്? അവിടെ നിന്ന് അനുവാദം ചോദിച്ചപ്പോ ഒരു പെണ്ണാണ് മറുപടി പറയുന്നത്. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി. പക്ഷെ അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു വിട്ടില്ല. ചോദിച്ചു, ഞാൻ വീടിന്റെ അകത്ത് കടന്നു വരട്ടെ. കേറി അകത്ത് ചെന്ന് നോക്കിയപ്പോ പടുകിളവിയായ എല്ലും തോലുമായ ഒരു ഉമ്മയാ കിടക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേറി ചെന്ന വീടിന്റെ അകത്ത് നോക്കുമ്പോ ഒരു കിളവിയായ ഉമ്മ. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ ഇന്നലെ രാത്രി ഒരു ചങ്ങാതി ഇവിടെ വന്നല്ലോ, ആരാ ഉമ്മ? എന്തിനാ ഉമ്മ വന്നേ? മോനെ, എല്ലാ ദിവസവും രാത്രി വരും ആ മകൻ. അയാൾ എന്റെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി വരും. എന്റെ മൂത്രം കഴുകും, എന്റെ കാഷ്ടം കഴുകും, എന്റെ വസ്ത്രങ്ങൾ കഴുകും, എന്നെ കുളിപ്പിക്കും, എനിക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെക്കും. അവസാനം തിന്നാൻ പല്ലില്ലാത്തത് കാരണം വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. അല്ലാഹുവേ, ആ ഉമ്മയോട് ചോദിച്ചു, ആ മനുഷ്യൻ ആരാണെന്നറിയോ? എനിക്കറിയില്ല മോനെ. എത്ര പേര് ചോദിച്ചിട്ടും പറയുന്നില്ല. ഞാൻ എത്ര നാള് കൊണ്ട് പേര് ചോദിച്ചു പറയുന്നില്ല. ആ സമയത്താണ് അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മ അതാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അത് ഉമർ തങ്ങളാണുമ്മ. അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി ഓടുകയാണ്. പടച്ചവരെ, കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു കെട്ടിപ്പിടിച്ചിട്ട്, ഉമറേ, എനിക്ക് പൊരുത്തം തരണേ ഉമറേ. ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചു പോയി. ഒരു രാത്രിയെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങളെ കുറിച്ച് മോശമായിട്ട് ഞാൻ ചിന്തിച്ചു പോയി. എന്റെ മനസ്സിന്റെ ഉള്ളിലെ തെറ്റിദ്ധാരണ വന്നു. എനിക്ക് പൊരുത്തം തരണേ. കാരണം എന്തെന്നറിയുമോ? നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം പറയാ. എടാ ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചോദിച്ച് നീ അത് ക്ലിയറാക്ക്. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നീ ചോദിച്ച് ക്ലിയറാക്ക്. തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ട് നടക്കല്ലേ, അത് ശിർക്കാണെന്ന് മഹാന്മാര് പറയുകയാ. തെറ്റിദ്ധാരണ ഹൃദയത്തിൽ കൊണ്ട് നടക്കരുത്. നിനക്കാരെയെങ്കിലും കുറിച്ച്, പള്ളിയിലെ ഖതീബിനെ കുറിച്ച്, പള്ളിയിലെ മുഅദ്ദിനെ കുറിച്ച്, ജമാഅത്തിന്റെ പരിപാലന സമിതിയെ കുറിച്ച് എന്തെങ്കിലും നിന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ടോ? ധൈര്യമായിട്ട് ചെന്നിട്ട് ആ പാവപ്പെട്ടവനെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കൂ. അങ്ങനെ നീ ക്ലിയർ ചെയ്യൂ, അല്ലാതെ കൊണ്ട് നടക്കല്ലേ. അത് ശിർക്കാ.
റളിയല്ലാഹു തആല അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, അബൂ തൽഹ, ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു, പക്ഷേ ഇത് നീ ആരോടും പറയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ക്ലിയർ ചെയ്യണം. നിന്റെ അടുക്കൽ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞു തന്നാൽ നീ മനസ്സിലാക്കണം. നമ്മളിൽ പലരും പറയും, ഉസ്താദേ ഞാൻ പറഞ്ഞില്ല, ഞാൻ കേട്ടതേ ഉള്ളൂ. എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല, കേട്ടതേ ഉള്ളൂ. ശരിയാ, പള്ളി നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ നാട്ടുകാരെ കുറിച്ച് പറയുന്നത് നീ കേട്ടതേ ഉള്ളൂ. കേട്ടവൻ പറഞ്ഞവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞത് അള്ളാഹിനെ കുറിച്ചും ഖബറിനെ കുറിച്ചും മരണത്തെ കുറിച്ചൊന്നും അല്ലല്ലോ, നാട്ടുകാരെ കുറിച്ച് പറഞ്ഞു തന്നപ്പോ നീ എന്തിന് കേട്ടു? നീ അവനെ കാണുമ്പോ തന്നെ പറയണം, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അവനെ കാണുമ്പോ തന്നെ പറഞ്ഞേക്കണം, ഓടി രക്ഷപ്പെടണം. അതാ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നാളെ വായിക്കകത്ത് ഇങ്ങനെ കല്ലിട്ട് കടിക്കേണ്ടി, കൈ ഇങ്ങനെ വായിക്കകത്തിട്ടിട്ട് പടച്ചവനെ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് കടിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് നമ്മളൊക്കെ പാവമായിട്ട് തന്നെ കാണാറില്ല. നമ്മൾ ന്യായീകരിക്കുകയാ, അവൻ ചെയ്തതല്ലേ പറഞ്ഞത്, അവള് ചെയ്തതല്ലേ പറഞ്ഞത്. ഇല്ലേ, അവൻ കള്ളു കുടിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്, അവൻ പെണ്ണ് പിടിച്ചിട്ടല്ലേ പറഞ്ഞത്, അവൻ മോഷണം നടത്തിയിട്ടല്ലേ പറഞ്ഞത്. പറയാൻ നിനക്കാരവകാശം തന്നു? അതാ എടാ, അവൻ ചെയ്തെങ്കിൽ അവന്റെ കാര്യം പറയാൻ നിനക്കെന്തവകാശം? അല്ലാഹുവല്ലേ അതിന്റെ കാര്യത്തിൽ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അല്ലാഹു അതിന്റെ പ്രതിഫലം കൊടുക്കും. അണുമണി തൂക്കം തെറ്റ് ചെയ്താൽ അതിന് അല്ലാഹു ചോദിക്കുകയും ചെയ്യും.